നമസ്കാരം. കോട്ടക്കൽ നിയോജക മണ്ഡലം BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് ഇന്ന് പൊളിറ്റിക്കൽ ചാനൽ നമ്മോടൊപ്പം അതിഥിയായുള്ളത്. സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. വലിയ പ്രതീക്ഷയിലാണ് BJP ഇത്തവണ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. എങ്ങനെയാണ് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ അങ്ങയുടെ പ്രതീക്ഷ? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA BJP പ്രതീക്ഷിക്കുന്നത് വെറുതെ ഒരു മത്സരമല്ല, മറിച്ച് ജയിക്കുക, ഭരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം എല്ലാ നിയോജക മണ്ഡലത്തിലും യാത്ര നടത്തിയിരുന്നു, വിമോചന യാത്ര നടത്തി. അത് കഴിഞ്ഞതിന് ശേഷം നടന്ന BJPയുടെ യോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ ലക്ഷ്യം മിഷൻ 72 എന്നുള്ളതാണ്. കേരളം പിടിച്ചടക്കുക, കേരളം ഭരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കേരളം ഭരിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ BJP മുന്നേറുമ്പോൾ തീർച്ചയായും കോട്ടക്കൽ മണ്ഡലത്തിലും വിജയിച്ച് കയറാനാകും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ശരി, നേരത്തെ നാം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ്. ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP അക്കൗണ്ട് തുറക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ പ്രവർത്തകന്മാർ പോലും അല്ലെങ്കിൽ നേതാക്കന്മാർ പോലും പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും മാറി ഭരണം നടത്തുക, ഭരണത്തിലേക്ക് വരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലൂടെയാണ് BJP അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ ആ ഒരു പ്രതീക്ഷക്കൊത്ത് BJPയുടെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷക്കൊത്തുള്ള പ്രവർത്തനത്തിന് ഈ നാട്ടുകാരുടെ ഒരു 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 പ്രതികരണം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളം പിടിച്ചെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് BJP. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നു. ആ സർക്കാർ ജനോപകാരപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പാറശാല മുതൽ തിരുവനന്തപുരം വരെ, പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള 421 പഞ്ചായത്തുകളിൽ BJP അക്കൗണ്ട് തുറന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJP ഭരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തോട് അടുത്തു നിൽക്കുന്നു. 15ഓളം പഞ്ചായത്തുകൾ BJP ഭരിക്കുന്നു. നേരത്തെ ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനത BJPയെ അംഗീകരിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തെളിവ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് BJP മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തമായൊരു മുദ്രാവാക്യവുമായിട്ടാണ് BJP വരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം BJP വലിയ മുന്നേറ്റം നടത്തി. അത് BJP പ്രവർത്തകരുടെ ആ ആവേശം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് BJP നേതൃത്വവും അതിൻ്റെ പ്രവർത്തകന്മാരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. തൊട്ടുകൂടായ്മയായിരുന്നു BJP നേരത്തെ അലട്ടിയിരുന്ന ഒരു വലിയ പ്രശ്നം. അതിൽ നിന്ന് BJP ഇപ്പോൾ മുക്തമായി എന്ന് തന്നെയാണോ അങ്ങ് കരുതുന്നത്? തീർച്ചയായും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഒന്നുമില്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF. ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ രഞ്ജി പണിക്കൊരു ലേഖനം എഴുതിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന 2 ഓപ്ഷന് പകരം ജനങ്ങളുടെ മുന്നിൽ 3ാമത്തെ ഒരു ഓപ്ഷൻ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു മുന്നണി വന്നിരിക്കുന്നു. അതാണ് NDA മുന്നണി എന്നുള്ളതാണ്. ആ രീതിയിൽ BJPയിലേക്ക് VDJSൻ്റെ കടന്നുവരവുണ്ടായിരിക്കുന്നു. JSSൻ്റെ രാജൻ ബാബുവിൻ്റെ കടന്നുവരവുണ്ടായിരിക്കുന്നു. ഗൗരിയമ്മയുടെ JSSും BJPയിലേക്ക് കടന്നു വരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മത്സരിക്കാൻ വേണ്ടി ശ്രീശാന്ത് തയ്യാറാകുന്നു, ഭീമൻ രഘു തയ്യാറാകുന്നു. നേരത്തെ കേരളത്തിലെ ചിത്രം ഇതായിരുന്നില്ല. BJPക്ക് പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളെ കിട്ടാൻ പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് BJP വിളിക്കാൻ കാത്തു നിൽക്കുന്നത് പോലെയാണ് സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചത്. ശരി, എന്താണ് BJPക്ക് സവിശേഷമായി കേരളത്തിലെ? നമുക്ക് അങ്ങ് പറഞ്ഞതുപോലെ 2 മുന്നണികൾ മാറി മാറി ഭരണം നടത്തിയ ഒരു സംസ്ഥാനം. BJPക്ക് ഇന്ന് വരെ പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ ആരെയും വിജയിപ്പിച്ച് അയക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യം. എന്താണ് BJP കേരളത്തിലെ ജനങ്ങൾക്ക് സവിശേഷമായി നൽകുന്ന വാഗ്ദാനം? ഈ പ്രാവശ്യം BJP കേരളത്തിൽ മുന്നോട്ട് വെച്ചുള്ളൊരു മുദ്രാവാക്യം വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് അനിവാര്യമായ മാറ്റത്തിന് അനിഷേധ്യമായ ബദൽ എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ കഴിഞ്ഞ നൂറ്റാണ്ട് കാലം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമായിരുന്നു നടന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാം 5 വർഷം ഞങ്ങൾ ഭരിച്ചാൽ അടുത്ത 5 വർഷം ഭരിക്കാൻ പോകും മറ്റുള്ളവരാണെന്ന്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വികസനം മുരടിച്ചിരിക്കുക. കേരളത്തിൽ തൊഴിലവസരങ്ങളില്ല. കേരളത്തിൽ പരിസ്ഥിതി ഗൗരവമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. മലകളും കുന്നും വെള്ളവും കുടിവെള്ളവും ഇല്ലാതെ കേരളം വരണ്ട് ഉണരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അഴിമതി കൊടികുത്തി വാഴുന്നു, അക്രമം കൊടികുത്തി വാഴുന്നു,
സ്ത്രീ പീഡനങ്ങളും എല്ലാം കേരളത്തെ 18ാം നൂറ്റാണ്ടിലേക്കാണോ നയിക്കുന്നത് എന്ന രീതിയിലുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നു. ആ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പരിവർത്തനം ആവശ്യമാണ്, മാറ്റം ആവശ്യമാണ് എന്നുള്ള ചിന്ത വളരെ ശക്തമായ രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനത രഞ്ജി പണിക്കരെ പോലുള്ള സ്വതന്ത്രരായ ചിന്താഗതിക്കാർ പോലും ഒരു മൂന്നാം ശക്തിയെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, രാജ്യത്താകമാനം ശ്രീ നരേന്ദ്രമോദി തരംഗം ആഞ്ഞുവീശിയ ഒരു ഘട്ടം. പക്ഷേ ആ ഘട്ടത്തിൽ പോലും കേരളം അതിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു. അല്ലെങ്കിൽ കേരളത്തിലെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് യാതൊരു സംഭാവനയും ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ കേരളം ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി എന്നായിരിക്കും BJP കരുതുക. കേരളത്തിൽ ഒരു വലിയ മാറ്റം, നിശബ്ദമായ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലായി. പ്രത്യേകിച്ച് യുവാക്കന്മാർ നരേന്ദ്രമോദിയെ ആരാധിക്കുന്ന ഒരു പുതിയ തലമുറ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ 17 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ നാട്ടിനുള്ളത്. മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോകുന്ന സമയത്ത് ഒബാമയെ പിന്നിൽ നടത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനശേഷിയും ഒക്കെ യുവാക്കൾക്ക് മാതൃകയാണ്. മാത്രമല്ല, നിരവധി പദ്ധതികളാണ് അദ്ദേഹം യുവാക്കൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ആയിരക്കണക്കിന് ഡോളർ, കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എഞ്ചിനീയർമാരുടെയും അതുപോലെ തൊഴിലാളികളുടെയും തൊഴിലവസരം കാക്ഷിക്കുന്നവരുടെയൊക്കെ പ്രതീക്ഷ പൂർത്തീകരിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതിന് പ്രാപ്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നൊരു ചിന്ത യുവാക്കളുടെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയ മാറ്റം ഉണ്ടായിട്ട് യുവാക്കളെയാണ്. കേരളത്തിലെ യുവാക്കളും BJP പ്രതീക്ഷയോടെ കാണുന്നു, നരേന്ദ്രമോദിയെ പ്രതീക്ഷയോടെ കാണുന്നു എന്നുള്ളത്. ശരി, ശ്രീ നരേന്ദ്രമോദിയുടെ ചടുലമായ നീക്കങ്ങൾ പലപ്പോഴും ആ അർത്ഥത്തിൽ ആവേശകരം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും BJPയോട് ചേർന്ന് നിൽക്കുന്ന ചില സംഘപരിവാർ സംഘടനകൾ പലപ്പോഴും BJPയുടെ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഈ ഒരു മുന്നേറ്റത്തിന് തടയിടാനെന്ന വ്യാജന അല്ലെങ്കിൽ ആ പ്രതീതി ജനിപ്പിക്കും വിധം വലിയ തോതിലുള്ള വർഗീയത തുളുമ്പുന്ന വാർത്തകൾ, സംസാരങ്ങൾ ഉണ്ടാക്കുന്നു. ബീഫ് വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ആളുകൾ കൊല ചെയ്യപ്പെടുന്നു എന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്നൊരു ബോധം സൃഷ്ടിക്കപ്പെടുന്നു. എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്യുക? ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തും നരേന്ദ്രമോദിയെ എതിർക്കുന്ന ഒരു വിഭാഗം മറുഭാഗത്തും. രാജ്യത്ത് നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഉദാഹരണത്തിന് അഖലാഖുമായി ബന്ധപ്പെട്ട വിഷയം ഉത്തർപ്രദേശിലുണ്ടായപ്പോൾ അതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റാണ്. ഹരിയാനയിൽ സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദി ഹരിയാനയിലെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു വിഷയം, അടൂരിൽ ദളിത് പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു, അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഏത് രാജ്യത്ത് ഏത് വിഷയമുണ്ടായാലും നരേന്ദ്രമോദിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആസൂത്രിതമായ നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതിന് മാധ്യമങ്ങൾ കുടപിടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ. പലപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരമൊരു നീക്കം അത് സ്വാഭാവികം. ഒരു പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരിക്കും. പക്ഷേ അതിന് BJPയിൽ പെട്ട ചില ആളുകളുടെ ചില ഇടപെടലുകൾ പലപ്പോഴും BJP പ്രതിരോധത്തിലാക്കുന്നില്ലേ? അത് താങ്കൾ പറഞ്ഞ ഒരു കാര്യം സത്യം തന്നെയാണ്. BJPയുടെ ഔദ്യോഗികമായ നിലപാടുകൾ പറയുന്നത് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. മറ്റു പല വ്യക്തികളും അവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടാവും. അത് ഔദ്യോഗികമായ BJPയുടെ അഭിപ്രായ പ്രകടനം. അവർ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ മാധ്യമങ്ങൾ പർവ്വതീകരിച്ച് അത് BJPയുടെ അഭിപ്രായമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടാകുന്നത്. പലപ്പോഴും അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതാത് സമയങ്ങളിൽ അമിത്ഷാജിയെ പോലുള്ളവർ അത്തരം ഇടപെടലുകളെ ശക്തമായ ഭാഷയിൽ തന്നെ അത് നിയന്ത്രിക്കുന്നതും അത് നിർത്തലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ഒരു തരത്തിൽ BJPക്ക് ചെറിയ രീതിയിൽ ദോഷം ചെയ്യുന്നു. താങ്കൾ പറഞ്ഞ് കറക്റ്റ് ശരിയാണ്. ശരി, അത് വിടാം നമുക്ക്. നമുക്കറിയാം, നാം സംസാരിക്കുന്നത് കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയുടെ ഏകദേശം ഒരു ഹൃദയഭാഗം എന്ന് പറയാവുന്ന പ്രദേശത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ളൊരു പ്രദേശം. ന്യൂനപക്ഷങ്ങളുടെ BJPയോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് ഇപ്പോൾ മലപ്പുറത്ത് ബാദുഷാ തങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നു. മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളിൽ കയറി കൂടുന്നു. ശ്രീ ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആലിയാജിയെ പോലെ, അങ്ങനെ പല ആളുകളും സ്ഥാനാർത്ഥികളായിട്ട് വരുന്നു. എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ ഒരു മനസ്സ് ഈ സാഹചര്യത്തിൽ BJPയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ എം പിമാരുണ്ടായി. കേരളത്തിൽ മാത്രമാണ് ബി ജെ പിയുടെ എം പി ഇല്ലാതിരുന്ന സംസ്ഥാനം. തിരുവനന്തപുരത്ത് രാജഗോപാൽ വിജയത്തിനടുത്ത് എത്തിയെന്നുമാണ്. ആ സമയത്തൊക്കെ തന്നെ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ന്യൂനപക്ഷ വിഭാഗത്തിനോട് ബി ജെ പിയുടെ അനുകൂലമായ സമീപനം ഉണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ നിലപാടുകൾ, ഉദാഹരണത്തിന് നരേന്ദ്രമോദി ദുബായിലേക്ക് പോയി. ഏകദേശം 6 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച ഒരൊറ്റ പ്രധാനമന്ത്രിമാരും ദുബായിലേക്ക് പോയി അവിടെയുള്ള ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ ലേബർ ക്യാമ്പ് സന്ദർശിക്കാനോ തയ്യാറായിട്ടില്ലായിരുന്നു. ആ ദുബായിലേക്ക് പോയ സമയത്ത് ആയിരക്കണക്കിന് ന്യൂനപക്ഷ സഹോദരന്മാരടക്കമുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തെ ആശീർവദിക്കാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും പറഞ്ഞു. ആ സന്ദേശം അവർ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മലബാർ മേഖലയിലെ വീടുകളിൽ. അത് ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ന്യൂനപക്ഷ വിരുദ്ധമല്ല. ബി ജെ പിയുടെ ലക്ഷ്യം എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാദുഷാ തങ്ങളെപ്പോലുള്ള നേതാക്കന്മാർ, ആലി ഹാജിയെ പോലെ നേതാക്കന്മാർ, അതുപോലെ ജോർജ് കുര്യനെ പോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, നജ്മ ആൾക്കാർ, അതുപോലെ ഷാനവാസ് ഹുസൈനെ പോലെ നിരവധി നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട്. ബി ജെ പി ഒരിക്കലും ന്യൂനപക്ഷത്തിനെതിരല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള തോന്നൽ ഇന്ന് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കുണ്ടായിരിക്കുന്നു. എൻ്റെ പ്രചരണ പ്രവർത്തനത്തിനിടയിലും ഞാൻ ധാരാളം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരോട് സംവദിക്കുന്ന സമയത്ത് അവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് പറയുന്നത്. ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് അവരെല്ലാം ചിന്തിക്കുന്നു. ആ മാറ്റത്തിന് ബി ജെ പി പാകമായിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. ശരി, പഴയ പോലെ ബി ജെ പിയോടുള്ള ഒരു തൊട്ടുകൂടായ്മ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയി തുടങ്ങി എന്നാണ് പറയുന്നത്. നമുക്ക് കോട്ടക്കൽ മണ്ഡലത്തിലേക്ക് വന്നാൽ ഇവിടെ പ്രധാനമായും യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ അങ്ങയുടെ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയും, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും എങ്ങനെയാണ് ഒരു താരതമ്യം താങ്കളോട് ചോദിച്ചാൽ താങ്കൾ അതിന് പറയുക? ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോട്ടക്കൽ മണ്ഡലം നേരത്തെ സമദാനിയായിരുന്നു ഇവിടുത്തെ എം എൽ എ. കഴിഞ്ഞ 5 വർഷവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന കാര്യം മുസ്ലിം ലീഗ് പോലും പറയാതെ പറയുന്ന കാര്യമാണ്. അദ്ദേഹം സ്വയം മാറിയെന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സ്വയം മാറി നിന്നില്ലായിരുന്നു, അദ്ദേഹത്തെ മാറ്റുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫറൂഖ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ആബിദ് തങ്ങൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് എസിലെ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത് ഈ മുഹമ്മദ് കുട്ടി എന്നൊരു ഫാൽക്കൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനാണ് സ്ഥാനാർത്ഥി എത്തിയിട്ടുള്ളത്. പലതരത്തിലുള്ള പ്രചാരങ്ങൾ അതിലേക്കും ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം പേയ്മെൻറ്റ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പ്രചരണമൊക്കെ നടക്കുന്നു. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ സമ്പൂർണ്ണമായ പരിചയമുള്ള, ഈ മണ്ഡലത്തിൽ പ്രവർത്തന പാരമ്പര്യമുള്ള എ ബി വി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിച്ച് തിരുവനന്തപുരത്ത് ധാരാളം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ലാത്തി ചാർജും ജയിലും അതുപോലെ ആശുപത്രിയൊക്കെ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അധ്യാപക പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷം യു ഡി എഫ് ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്തുള്ള വർഗീയവൽക്കരണത്തിനെതിരെ, പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ, വികലമായ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി. കോട്ടക്കൽ മണ്ഡലത്തെ സംബന്ധിച്ചോളം മറ്റ് 2 സ്ഥാനാർത്ഥികൾക്കപ്പുറത്തേക്ക് ഈ മണ്ഡലവുമായി ഓരോ പ്രവർത്തകരുമായി അടുത്തറിയുവാനും കോട്ടക്കൽ മണ്ഡലം സസൂക്ഷ്മം പഠിച്ചിട്ടും പൂർണ്ണമായ രീതിയിൽ മണ്ഡലത്തെ മനസ്സിലാക്കുവാനും മണ്ഡലത്തെ ഉൾക്കൊള്ളുവാനും മണ്ഡലത്തിലെ ജനങ്ങളോട് വ്യക്തമായ ഹൃദയബന്ധമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട്. ബി ജെ പിയെ ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് വിശ്വസിച്ചത്. ശരി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ എ ബി വി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അധ്യാപക സംഘടനയുടെ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്നാൽ, ട്രേഡ് യൂണിയൻ രംഗത്തും വലിയ പരിചയം, ആ അർത്ഥത്തിൽ നല്ല മികച്ചൊരു സംഘാടകൻ എന്നുള്ള നിലക്ക് ബി ജെ പി ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇവിടെ നിർത്തിയത് എന്ന പൊതുസംസാരത്തിനിടയ്ക്ക് ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വിജയിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അങ്ങ് വിശ്വസിക്കുന്നത്? പൂർണ്ണമായും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ മണ്ഡലത്തിൽ കോട്ടക്കൽ പിടിച്ചടക്കാൻ തന്നെയാണ് ബി ജെ പി രംഗത്തിറങ്ങിയിട്ടുള്ളത്. തീർച്ചയായും വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊരു 10-10,000 വോട്ടല്ലേ കോട്ടക്കലുള്ളൂ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിജയിക്കുകയെന്ന് ചോദിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 7,500 വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്, 35,000 വോട്ടായി മാറി. ജമ്മു കാശ്മീരിൽ ബി ജെ പി ഭരിക്കുന്നു. 4 MLA മാരുണ്ടായിരുന്ന ഹരിയാനയിൽ ഭരിക്കുന്നു. ശൂന്യതയിൽ നിന്നും സാമ്രാജ്യം കെട്ടിപ്പടുത്താണ് AAP. അതുകൊണ്ട് കോട്ടക്കൽ മണ്ഡലത്തിൽ ഇന്ന് നേരത്തെ 5 വർഷം മുമ്പ് മത്സരിച്ച ബി ജെ പി അല്ല, ബി ജെ പിയുടെ കൂടെ BDJS ഉണ്ട്, അതുപോലെ തന്നെ NSSൻ്റെ പിന്തുണ ബി ജെ പിക്കുണ്ട്, APMSൻ്റെ പിന്തുണയുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയുണ്ട്. മാത്രമല്ല ശക്തമായ സംഘടനാ സംവിധാനം ഉള്ള ഒരു മണ്ഡലമാണ്. 2 മുനിസിപ്പാലിറ്റികളും 7 പഞ്ചായത്തുകളും 140 ബൂത്തുകളും ബി ജെ പിക്ക് പ്രവർത്തനമുണ്ട്, ശക്തമായ സ്വാധീനം. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലൂടെയും
ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടിയും വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ടും BJP ജയിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായും തീർച്ചയായിട്ടും അങ്ങയുടെ പ്രതീക്ഷ വളരെ വലുതാണ്.